ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മുടെ രാധാഷ്ടമിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാധാഷ്ടമി കാണാൻ വേണ്ടി ദ്വാരക സെക്ടർ 13 ഇസ്കോൺ ടെമ്പിളിൽ പോയായിരുന്നു. ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. കുറച്ച് മഴയൊക്കെ നനഞ്ഞു. അപ്പം ഒത്തിരി തിരക്കിനിടയ്ക്ക് എനിക്ക് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ബോട്ട് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയാണ് പോയത്. ഭഗവാൻ കൃഷ്ണനെയും രാധാറാണീനെയും ഒരു ബോട്ടിലിരുത്തി അവർ നമ്മുടെ ഇസ്കോണിലെ പ്രഭുജി അവർ ഒത്തിരി അങ്ങോട്ട് ബോട്ട് യാത്ര, അവരെ കൊണ്ട് ബോട്ട് യാത്ര നടത്തുന്ന ഒരു സുന്ദരമായ ഒരു രംഗമായിരുന്നു. കീർത്തനൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മഴയൊക്കെ നനഞ്ഞ് ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. Radhe Radhe
എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചില്ലേ, ഇവിടെ കൂടുതൽ പേരും നിങ്ങൾ ആരെയാണ് കണ്ടത്? വയസ്സായ ആൾക്കാരെയാണോ അതുകൊണ്ട് ചെറുപ്പക്കാരെയാണോ കണ്ടത്? ഒരു യങ്ങേഴ്സിനെ എല്ലാവരും ഫുള്ളും കണ്ടത്. അതാണ് ഇസുക്കോൻ്റെ പ്രത്യേകത. അവർ ട്രെയിൻ ചെയ്യുന്നത് കൂടുതലും യങ്ങേഴ്സിനെയാണ്. നമ്മുടെ നാട്ടിലൊരു ഭജന വെച്ചാലോ ഒരു സപ്താഹം നടത്തിയാലോ അവിടെ പോയി ഇരിക്കുന്നത് കൂടുതലും പ്രായമായ ആൾക്കാരായിരിക്കും. ചെറുപ്പക്കാരൊന്നും ആ പ്രദേശത്തൊക്കെ വരുവ പോലും ഇല്ല. അവർക്കൊക്കെ അത് ഭഗവാന്റെ അടുത്ത് പോകുന്നതൊക്കെ ഒരു നാണക്കേടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും, അതായത് മാതാജികളായാലും പ്രഭുജികളായാലും, അങ്ങനെ അവർ വിളിക്കുന്നത്. നമ്മളെ പെണ്ണുങ്ങളെ മാതാജിന്നും ആണുങ്ങളെ പ്രഭുജിന്ന് വിളിക്കുന്നത്. അല്ലാതെ മറ്റു നമ്മുടെ പേരിലൊന്നും അവർ വിളിക്കത്തില്ല. എല്ലാവരും ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ മാതാജി പ്രഭുജിന്നേ അവർ വിളിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ റെസ്പെക്റ്റോട് കൂടിയാണ് വിളിക്കുന്നത്. അപ്പം കൂടുതലും അവിടെ ചെറുപ്പക്കാരാണ്, പിള്ളേരാണ് ഉള്ളത് ഫുള്ളും. അപ്പോൾ ഈശ്വരനോടുള്ള ഭക്തി, ഭഗവാൻ കൃഷ്ണനോട് ഭക്തി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഭയങ്കര എനർജറ്റിക്കാണ് പിള്ളേർ. ഒത്തിരി ഭഗവാന് വേണ്ടി അവർ കൃത്യം ചെല്ലുമ്പോൾ ഡാൻസൊക്കെ കളിക്കുന്ന കാണണം. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് അവിടെ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ഭക്തിയോടെ വന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ചിലപ്പോൾ അസൂയൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എന്നാണ് നമ്മുടെ ഫാമിലി ഇങ്ങനെയൊക്കെ ആകുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഭക്തിയാണ്. ഭഗവാൻ കൃഷ്ണനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഒന്നും ഭക്തി അതിനൊന്നുമല്ല. അപ്പോൾ അവരുടെ ഭക്തിയുടെ മുമ്പിൽ നമ്മൾ വെറും അശുക്കളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇസുക്കോണിനെ ഏറ്റവും കൂടുതൽ ഇസുക്കോണിനെ ഇഷ്ടപ്പെടാൻ കാരണം. ചില ആൾക്കാരൊക്കെ ഇവിടുത്തെ നിങ്ങൾ എന്തിനാ ഇസുക്കോണിൽ പോകുന്നത്, ഇസുക്കോൺകാർ ബ്ലാ ചെയ്യുവാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ ഭഗവാൻ കൃഷ്ണൻ ഇസ്കോണിൽ കൊണ്ട് എത്തിച്ചപ്പോൾ അതിലെന്തോ ഒരു പ്രത്യേകതയില്ലേ. കാരണം ഇസ്കോണിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായ ആളുകളെ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തരാക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം ചെറുപ്പക്കാർ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, എല്ലാവരും പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പെണ്ണിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ പുറകെ പോകുന്ന ജനറേഷനാണ് നമ്മളിന്ന് കാണുന്നത്. പക്ഷേ ഇസക്കോണിലെ ജനറേഷൻ അങ്ങനെയല്ല. അവരതിൽ നിന്ന് മാറി ഇസക്കോൺ ഫോളോ ചെയ്യുന്ന പിള്ളേരൊക്കെ, ഇസക്കോണിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾ ഉണ്ട്. അത് അടുത്തൊരു ഇസക്കോണിനെ പറ്റി സ്പെഷ്യൽ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞുതരാം. അപ്പോൾ അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന പിള്ളേരാണ്. അപ്പോൾ അതൊക്കെ ചൊല്ലി ഭഗവാന് വേണ്ടി സമർപ്പിച്ചൊരു ജീവിതമാണ് അവർക്ക്. ഭയങ്കര എനർജറ്റിക്കാണ്. അവരെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അത്രയ്ക്ക് ഹാപ്പി ആയിട്ടൊരു ഫേസ് കാണണമെങ്കിൽ ഇസക്കോണിൽ പോകണം. എല്ലാ ഭക്തരും ഹാപ്പിയാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ പോലെ തന്നെ അവരും ഹാപ്പിയാണ്. അപ്പോൾ അതാണ് ഇസ്കോണിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസും എന്നെ ഇഷ്ടപ്പെടുത്താനും കാരണം. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.